എല്ലാം പങ്കുവയ്ക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ. പറ്റപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. പ്രതീക്ഷിക്കാതെ എന്നോടൊന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് നമ്മുടെ ഉപ്പുമുളകിനകത്ത് നീലുവില്ലേ, അതായത് നമ്മുടെ നിഷ സാരംഗ്, പുള്ളിക്കാരിയുടെ 2ാം വിവാഹം കഴിഞ്ഞ്. അന്ന് ഇതിനകത്ത് കോമഡി എന്താന്ന് വെച്ചത് പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പുള്ളിക്കാരിയുടെ കല്യാണം കഴിഞ്ഞത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുമ്പേ പുള്ളിക്കാരിനെ പിടിച്ച് നമ്മുടെ യൂട്യൂബേഴ്സ് കുറേ പേരൊക്കെ കൂടെ ചേർന്നിട്ട് അങ്ങ് കല്യാണം കഴിച്ചു എന്നുള്ള രീതിക്ക് അങ്ങോട്ട് ന്യൂസൊക്കെ കണ്ട് കൊടുത്തു. അതായത് നമ്മുടെ യൂട്യൂബിനകത്ത് പുള്ളിക്കാരിയുടെ കല്യാണം കഴിഞ്ഞു ഒഫീഷ്യലി, അങ്ങനത്തെ ഒരു രീതിക്കായി സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഒരു വിഷയത്തിനെ റിലേറ്റ് ചെയ്തിട്ട് ഞാനപ്പോൾ ഒരു കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് ആ ഒരു വീഡിയോനകത്ത് എനിക്ക് ഇതിന്റെ കൺഫർമേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതായത് ഈ പുള്ളിക്കാരിയുടെ കല്യാണം കഴിഞ്ഞതാണോ അല്ലെങ്കിൽ ഇവർക്ക് വല്ല ലീക്കായിട്ടുള്ള വല്ല സോഴ്സിൽ നിന്നോ വല്ലത് കിട്ടിയതാണോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനകത്ത് ഇങ്ങനെ വെറുതെ, അതായത് ഒന്നും കൺഫേം ആവാണ്ട് ന്യൂസ് കൊടുക്കരുത് എന്നുള്ള രീതിക്കാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ ഇപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ടുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ചാനലുകൾക്കെതിരെയൊക്കെ കേസ് പോയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പൊ അതിനെ തുടർന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വിഷയം എവിടെ നിന്നാണ് പൊട്ടി പുറപ്പെട്ടതെന്നുള്ളതിന്റെ ചെറിയൊരു ക്ലിപ്പ് കാണാം. അത് നമ്മുടെ നിഷ സാരംഗ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ നിന്നാണ് ഈ സംഭവം തുടങ്ങിയത്. നമുക്ക് അതൊന്നും ആദ്യം കാണാം. എന്ത് വിശേഷം? ജീവിതത്തിലേക്ക് കടന്നിങ്ങനെ പുതിയതല്ലല്ലോ, ജീവിതം എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണല്ലോ, അതിന് പുതുമയൊന്നും ഇല്ലല്ലോ. മക്കൾക്ക് വേണ്ടി അത് ഇന്റർവ്യൂവിൽ ആ കുട്ടി ചോദിച്ചു, അതിന് ഞാൻ മറുപടി പറഞ്ഞു. ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ട് ചോദിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, അത് നല്ല കാര്യമല്ലായിരുന്നു. അപ്പൊ നല്ലത് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കണം, അത്രേ ഉള്ളൂ. എല്ലാ ആളുകളുടെയും സപ്പോർട്ടുണ്ട് ചേച്ചിക്ക്, അതാണ്. അല്ല, എനിക്കങ്ങനെ തോന്നി. കാരണം വെച്ചാൽ എപ്പോഴും നമുക്കൊരു എല്ലാം പങ്കുവയ്ക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ. പറ്റപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ചിന്തിച്ചു, തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ മക്കളെ, ശരി. ഓക്കെ, അപ്പൊ ഇതാണ് പുള്ളിക്കാരി പറഞ്ഞത്. പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നു എന്ന്, അതായത് അങ്ങനെ ഒരു സംഭവം ചിന്തിച്ചു എന്ന് അറിയാണ്ടൊന്ന് പറഞ്ഞു പോയി ഇവരോടൊക്കെ. പക്ഷെ അങ്ങനെ പറഞ്ഞു പോയപ്പോ തന്നെ ഇവരപ്പം തന്നെ ഏതാണ്ട് ഈ പുള്ളിക്കാരിയും അതേപോലെ വേറൊരു പുള്ളിക്കാരനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞു, ഇന്ന ദിവസത്തായിരുന്നു കല്യാണം, നല്ല കല്യാണം ഓർന്ന്, അപ്പോൾ അതിന്റെ അത്രയും സന്തോഷത്തിൽ നിഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ രീതിക്ക് അങ്ങ് വീഡിയോസ് അങ്ങ് ഇറക്കി ഓരോരുത്തന്മാർ. അപ്പൊ ഞാൻ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഞാനത് ഇങ്ങനെ ഇവരുടെ കല്യാണം കഴിഞ്ഞു, അപ്പൊ സത്യാവസ്ഥ ഇതാണെന്നുള്ള രീതിക്കാണ് ഞാൻ വീഡിയോ കൊടുത്തത്. അല്ലാണ്ട് ഞാൻ എവിടെയും അതിനകത്ത് മിസ്ലീഡ് ചെയ്യുന്ന രീതിക്ക് ഒന്നും ഞാൻ ആ വീഡിയോനകത്ത് പറഞ്ഞിട്ടില്ല എന്ന് 100% ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോനകത്ത് വന്ന് പറയുന്നത്. അപ്പൊ ഇനി ആരെയും ഈ പുള്ളിക്കാരിനെയും ചേർത്തിട്ടാണ് ഇവർ കല്യാണം കഴിപ്പിച്ച് വിട്ടതെന്ന് നമ്മൾ നോക്കണമെങ്കിൽ അപ്പൊ ആ പുള്ളിക്കാരന്റെ പേരെന്ന് പറഞ്ഞാൽ ദീപു ശങ്കർ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. അപ്പൊ ദീപു ശങ്കർ എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരനെ വെച്ചിട്ടാണ് ഇവർ തമ്മിലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടിരുന്നത്. തമ്മിലും വീഡിയോനകത്തൊക്കെ ഇവരെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പുള്ളിക്കാരന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി, അതായത് ഈ സംഭവമൊക്കെ ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റും അതേപോലെ തന്നെ കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ഞാൻ ഇതിനെതിരെ കേസായിട്ട് പോവുകയാണ്, ഇന്ന ചാനലുകൾക്കെതിരെയൊക്കെ കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഈ ഒരു സംഭവം പോയിട്ടുള്ളത്. അപ്പൊ ഈ പോസ്റ്റ് വന്നു കഴിഞ്ഞപ്പോ തന്നെ പല വീഡിയോകളും ഇവന്മാര് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ പക്ഷെ എന്നാലും ഇപ്പോഴും കിടക്കുന്നുണ്ട് പല വീഡിയോകളും. അപ്പൊ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ മാനനഷ്ടത്തിനൊക്കെ കേസ് കൊടുക്കുന്ന രീതിക്കാണ് ഈ സംഭവം പോയേക്കുന്നത്. അത് ഉറപ്പായിട്ടും കേസ് കൊടുക്കുന്നത്. കാര്യം നമ്മള് ഇല്ലാത്തൊരു കാര്യത്തിനകത്ത് വെറുതെ അതായത് മിസ്ലീഡ് ചെയ്യുന്ന രീതിക്ക് ഒരാളെ ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ, അതിപ്പോൾ ആരാണെങ്കിലും. അപ്പൊ ഇനി ഇതിനകത്ത് വന്നിട്ടുള്ള, അതായത് എങ്ങനെയാണ് ഇവരുടെ തംബ്നെയിലുകളും വീഡിയോസ് എന്നൊക്കെ ഒന്ന് നമുക്ക് കാണണ്ടേ. അപ്പൊ അതൊന്നും നോക്കണമെങ്കിൽ ആദ്യത്തെ തംബ്നെയിൽ നോക്കി കഴിഞ്ഞാൽ 52-ാം വയസ്സിൽ വിവാഹം, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട്, അത് 52-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതേപോലെ തന്നെ ഇവര് കല്യാണം കഴിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും കൊടുത്തിട്ട് അങ്ങനെ തംബ്നെയില്. ഓക്കെ, അപ്പൊ അത് കാണുമ്പോഴത്തേക്കും അറിയോ കല്യാണം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ആ വീഡിയോ ഒന്ന് തുറന്നു നോക്കണേ. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പ്രതീക്ഷ നിറഞ്ഞ ഒരു മലയാളികളുടെ ഇഷ്ട പരമ്പരയാണ് ഉപ്പുമുളകും. ഉപ്പുമുളകിലെ ഓരോ താരങ്ങൾക്കും നിരവധി ആരാധകരാണുള്ളത്. ബാലുവിനും നീലുവിനും നിരവധി ആരാധകരുണ്ട്. ഇപ്പോഴിതാ നീലുവായി അഭിനയിച്ച നിഷ സാരംഗ് വീണ്ടും വിവാഹത്തിന് ഒരുങ്ങുകയാണെന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. താരം തന്നെയാണ് ഈ വാർത്ത പുറത്ത് വിട്ടതും.
പണ്ട് മുതലേ മക്കളോട് ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നുവെന്നും 50-ാം വയസ്സ് മുതൽ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങും, തനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങും, എന്തൊക്കെ ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു തുടങ്ങും, 50 വയസ്സ് വരെ മക്കൾക്ക് വേണ്ടിയുള്ള ജീവിതമായിരുന്നു, അത് കഴിഞ്ഞാൽ തനിക്കുള്ള ജീവിതമാണ്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുമെന്നും താരം പറഞ്ഞിരുന്നു. ഇപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങി, ക്ലാസിക്കൽ ഡാൻസും ചെയ്തു തുടങ്ങണം, ജിമ്മിൽ പോകുന്നത് ഓക്കെ. അപ്പൊ ഇതിൽ ചേച്ചി ഇപ്പൊ വീഡിയോന്റെ അകത്ത് ചേച്ചി എന്താ പറയുന്നത്? ചേച്ചി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട് അവർക്ക് എന്നുള്ള രീതിക്ക് അങ്ങനത്തെ ന്യൂസാണ് വരുന്നത് എന്നുള്ളതാണ് ചേച്ചി പറയുന്നത്. പക്ഷെ തമിഴ്നാട്ടിൽ ചേച്ചി എന്താണ് കൊടുത്തത്? തമിഴ്നാട്ടിൽ ചേച്ചി കൊടുത്തതെന്ന് പറഞ്ഞാൽ 52-ാം വയസ്സിൽ വിവാഹം, എല്ലാം പെട്ടെന്നായിരുന്നു എന്നുള്ള രീതിക്കാണ് ചേച്ചി തമിഴ്നാട്ടിൽ കൊടുത്തേച്ചത്. അപ്പൊ ഈ ചേച്ചിയുടെ ഓരോരോ കുസൃതികളെ അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം കാണാം. ഇപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ നിഷാ സാരംഗിന്റെ ഫോട്ടോ മാത്രം വെച്ചോളൂ. അപ്പൊ ഇന്ന തമിഴ്നാട്ടിൽ നിഷാ സാരംഗിന്റെ മാത്രമല്ലാണ്ട് ഇപ്പൊ ഞാൻ കാണിച്ചില്ല വേറൊരു തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ ആയിരുന്നു വിവാഹം, ഇതാണ് എന്റെ ഭർത്താവിനെ പരിചയപ്പെടുത്തി നിഷ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത വീഡിയോ. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ സംഭവം ഉള്ളത്. അപ്പൊ ഇതിനകത്ത് ഇവര് തമ്മിൽ കല്യാണം കഴിഞ്ഞ് ഇവര് തമ്മിലാണെന്നൊക്കെ പറഞ്ഞ് അവര് ഉറപ്പിച്ചൊക്കെ പറഞ്ഞേക്കാണ് തമ്മിലിനകത്ത്. അപ്പൊ ഇത് നമുക്ക് വീഡിയോ ഒന്ന് തുറന്നു നോക്കാം. ഉപ്പും മുളകും എന്ന ഒറ്റ സീരിയലിലൂടെ മലയാളികളുടെ മനസ്സ് കവർന്നെടുത്ത നടിയാണ് നിഷാ സാരംഗ്. ഉപ്പും മുളകും എന്ന പരമ്പര തന്നെയാണ് നിഷാ സാരംഗിന്റെ ജനപ്രീതി ഉയർത്തിയതും. പരമ്പരയിലെ 5 മക്കളുടെ അമ്മയായുള്ള നിഷാ സാരംഗിന്റെ സ്വാഭാവിക അഭിനയവും നർമ്മ സംഭാഷണങ്ങളും ആർക്കും അത്ര പെട്ടെന്ന് മറക്കാനാകുന്ന ഒന്നല്ല. വ്യക്തി ജീവിതത്തിൽ ധാരാളം ദുഃഖാനുഭവങ്ങൾ തന്നെയാണ് നടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. 10ാം ക്ലാസ്സിന് പിന്നാലെ വിവാഹിതയായെങ്കിലും വിവാഹബന്ധം പരാജയത്തിൽ കലാശിക്കുകയായിരുന്നു. തുടർന്ന് ആരുടെയും പിന്തുണയില്ലാതെ നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ച് മക്കളെ വളർത്തിയ കാര്യങ്ങളൊക്കെ പല ഇന്റർവ്യൂകളിലൂടെയും നിഷ പങ്കുവച്ചിരുന്നു. മക്കളൊക്കെ വലുതായ സ്ഥിതിക്ക് ഒരു വിവാഹത്തിലേക്ക് കടക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഒറ്റയ്ക്കുള്ള ജീവിതം അടുത്തതായും നിഷ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരു പങ്കാളി വേണമെന്ന് നിഷ വ്യക്തമാക്കിയിരുന്നു. പ്രായമായവരുടെ പ്രണയത്തെക്കുറിച്ചുള്ള തന്റെ മനോഹരമായ സങ്കല്പവും നിഷ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ താൻ ഡബ് ചെയ്ത ചിത്രം കാണാനെത്തിയ നിഷയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കഴുത്തിൽ താലിയണിഞ്ഞ് നെറ്റിയിൽ സിന്ദൂരവും ചാർത്തിയെത്തിയ നിഷാ സാരംഗിനെ കണ്ട് എല്ലാവർക്കും സംശയമായി. ആരെയും അറിയിക്കാതെ കല്യാണം കഴിഞ്ഞോ എന്ന സംശയമാണ് ആരാധകർക്ക് മുഴുവനും. ഇവരുടെ ഓരോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടെന്നും പറഞ്ഞിട്ട് അത് വെച്ചിട്ടൊരു കഥ അങ്ങ് ഉണ്ടാക്കി ആ കഥ ഫുള്ള് തമ്മിലിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടാണ് ഈ ചേച്ചിമാരുടെയൊക്കെ വീഡിയോ വരുന്നത്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേര് ചേച്ചിമാരായിരിക്കും. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ഈ ചേച്ചിമാർ ഒരു പണിയില്ലാണ്ട് വീട്ടിൽ കുത്തിയിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഓരോരുത്തന്മാരുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ ഓരോ സാധനങ്ങൾ നടക്കുന്നത്. അപ്പം ഇത് എടുത്തു വെച്ച് നമുക്ക് അവർ കാണിക്കുന്നതിനകത്ത് അഭിപ്രായം പറയാം. പക്ഷെ അതല്ല ഇവിടെ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു കഥ ഉണ്ടാക്കുന്നത്. അപ്പം തമ്മിലിനകത്ത് തന്നെ മറ്റേ പുള്ളിയുടെ ഫോട്ടോ വെച്ചിട്ട് ഇവർ ാണ് കല്യാണം കഴിഞ്ഞത്, ഇന്ന സ്ഥലത്ത് വെച്ചാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് സംഭവമൊക്കെ ചെയ്തത്. പിന്നെ അതേപോലെ നെറ്റിയിൽ സിന്ദൂരം ഉണ്ടെങ്കിൽ എന്താ വിഷയം, അങ്ങനത്തെ കാര്യമോ. നെറ്റിയിൽ സിന്ദൂരം ഉണ്ട് അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാണ്. നെറ്റിയിൽ എന്താടേ അവർക്ക് സിന്ദൂരം ഇട്ടൂടെ? അവരുടെ ഇഷ്ടമാണ്, അവർ സിന്ദൂരം ഇടണോ സിന്ദൂരം ഇടരുത്, കല്യാണം കഴിഞ്ഞവർ മാത്രം സിന്ദൂരം ഇടാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ എന്താണ് നിയമം? അങ്ങനെ ഒന്നും എവിടെ ഒരു നിയമവും കാര്യങ്ങളൊന്നും ഇല്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരിടും, അത് അത്രേ ഉള്ളൂ. ഇനി വേറെ തമ്മിൽ നോക്കി കഴിഞ്ഞാൽ വിവാഹിതയായി നടി നിഷാ സാരംഗ്. അപ്പൊ ഇങ്ങനെ വെറുതെ, അതായത് വെറുതെ ഫേക്ക് ആയിട്ടുള്ള തമ്മിലുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടിരുന്ന് പല രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇപ്പോഴും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കുക, ഇതേപോലെ വീഡിയോ ചെയ്യാനായിട്ട് ആരെങ്കിലും പ്ലാൻ ഇട്ടിരിക്കണമെങ്കിൽ കേസ് വരും. ഓക്കെ, ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കേസ് വരും. ഓക്കെ, എനിക്കെതിരെ കേസ് വരൂല എന്നും വന്നാൽ തന്നെ നമുക്കിപ്പോ പറയാം. കാര്യം എന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാന്യമായിട്ട് വന്ന് വീഡിയോ ചെയ്യുന്നത്. എന്റെ വീഡിയോനകത്ത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ തമ്മിലില്ലാതാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ല ഇവര് തമ്മിലാണ് കല്യാണം കഴിഞ്ഞത്, അല്ലെങ്കിൽ ഇവര് ഞാൻ സത്യാവസ്ഥ പറഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത്. അല്ലാണ്ട് ഞാൻ ആരുടെയും ഇവരെ ഒന്നും പിടിച്ച് ഞാൻ കെട്ടിച്ചു വിട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ഓപ്പൺ ആയിട്ട് തന്നെ പറയും. അപ്പൊ അതിന്റെ ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിക്കാണ്. അപ്പൊ ഇനി ഈ നിഷാ സാരംഗിന്റെ തന്നെ ഇതിന് മുന്നേ പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂവിനകത്ത് ഒരു ജസ്റ്റ് ഞാൻ മുന്നത്തൊക്കെ വീഡിയോനകത്ത് വെച്ചായിരുന്നു, എന്നാലും ഒരു സംഭവം വെക്കാം. അതായത് പുള്ളിക്കാരി ഇങ്ങനെ വരുന്ന തമ്മിലുകളും അതേപോലെ വീഡിയോസിനെയൊക്കെ പറ്റി പുള്ളി ഒരു ചെറിയ കാര്യം പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടോക്കാം. അത് പറയാൻ എനിക്ക് പേടിയാണ് കേട്ടോ. അത് മോൾക്ക് ഒരു പ്രപ്പോസൽ വന്നപ്പോൾ അവൾക്ക് അത് പറഞ്ഞിട്ട് അത് വേറെ ന്യൂസ് ആയിട്ടൊക്കെ വന്നു യൂട്യൂബിൽ. അത് പിന്നെ സ്ഥിരം പരിപാടിയാണല്ലോ വേറെ ന്യൂസ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഈ അതുപോലും പറയാൻ പറ്റും. കുട്ടിക്ക് കല്യാണാലോചന വരണതിന് കുളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്ന വേറെ ന്യൂസ്, വരുന്ന അടുത്ത ന്യൂസ് പറഞ്ഞത് വേറെ എന്തെങ്കിലും ആയിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഈ പെൺകുട്ടികളുള്ള വീട്ടിൽ ഇപ്പൊ ആൾക്കാർ പ്രപ്പോസലായിട്ട് വരും. അത് നേരെ വേറെ അടുത്ത ചാനലിൽ എടുത്തിരുന്നത് എനിക്ക് വന്നു എന്നും പറഞ്ഞായിരിക്കട്ടെ. അങ്ങനെ ഇട്ടു. അങ്ങനെ വന്നതുകൊണ്ട് എനിക്കിപ്പോൾ ആ പേര് പറയാൻ പോലും പേടിയാണ്.
ഓക്കെ, അപ്പൊ കേട്ടല്ല, ഇങ്ങനെയാണ് പല ചാനലുകളും ഇപ്പൊ ഈ മഞ്ഞപ്പത്രം, ഇപ്പൊ ചിലരൊക്കെ പറയാറുണ്ട് എന്റെ ചാനൽ മഞ്ഞപ്പത്രം പോലെയാണെന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ജസ്റ്റ് ഈ തമ്മിലിനകത്ത് മാത്രമാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ കൊടുക്കാറ്. പക്ഷെ തമ്മിലിനകത്ത് തന്നെ ഒരു പരിധി വിട്ടിട്ട് ഞാനൊന്നും കൊടുക്കാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ തമ്മിലിനകത്ത് അങ്ങനെ കൊടുക്കാറില്ല. എന്നും പറഞ്ഞ് ക്ലിക്ക് ബെയ്റ്റ് ഞാൻ കൊടുക്കാറുണ്ട്, പക്ഷെ അങ്ങനെ മിസ്ലീഡിങ് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാണ്ട് ഈ മഞ്ഞപ്പത്രം പോലുള്ള ഇപ്പൊ ഇതുവരെ പോലുള്ള ചാനലുകളൊക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇവരൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത, അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയം നടന്നു, ഇപ്പൊ നിഷാ സാരംഗിന്റെ ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബാലുവിന്റെ ഒരു കേസ് നടക്കണ്ടല്ലോ, ബാലുവിന്റെ ശ്രീകുട്ടന്റെ ഒരു കേസ് നടക്കണ്ടല്ലോ, ആ കേസും ഇതൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇവന്മാര് കൊളാബ് ചെയ്തിട്ട് വേറൊരു വിഷയമൊക്കെ ഉണ്ടാക്കും. അത് അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കി അത് വെച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിൽ ഇവന്മാര്. അപ്പൊ അങ്ങനെയുള്ള ടീമുകൾ നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യം, അങ്ങനത്തെ കുറച്ച് അവരുടെ ചാനലുകളുണ്ട്. ഇവർക്കൊക്കെ നല്ല ഇഷ്ടംപോലെ വ്യൂസ് ഉണ്ട് കേട്ടോ. നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കാണാനായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷെ ഇതേപോലുള്ള പോലെ ഫേക്ക് ന്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കാണാനായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും. അപ്പൊ അതാണ് ഇവിടുത്തെ അവസ്ഥ. കാര്യം ഗോസിപ്പിനും ഇതിനൊക്കെയാണ് കാണാനായിട്ട് ആള്. അപ്പൊ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും ഒരു സൈഡിൽ കൂടെ നടക്കട്ടെ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു റിയാലിറ്റി. അപ്പൊ ഞാൻ എന്തായാലും എന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് എനിക്കറിയാം. എനിക്ക് ഇൻസ്റ്റേനകത്ത് ഒരു പുള്ളി മെസ്സേജ് അയച്ചു, അതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. ഇൻസ്റ്റേനകത്ത് ഒരു പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, കാര്യം ഇങ്ങനെ ഒരു കേസ് വരുന്നുണ്ട്, അപ്പൊ എന്റെ വീഡിയോ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നോട് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാനപ്പോ കാര്യം പറഞ്ഞു, എന്റെ വീഡിയോനകത്ത് ഞാൻ എവിടെയും അവർ ഇതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. തമ്മിലിനകത്താണെങ്കിലും ഞാൻ സത്യാവസ്ഥ എന്ന് തമ്മിലിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതാണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞു. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് 100% ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ വെച്ച് നിർത്തണേണ്. ഇതേപോലുള്ള ഫേക്ക് ന്യൂസുകളൊന്നും വിശ്വസിക്കാണ്ടിരിക്കാന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അവർ ഒഫീഷ്യലായിട്ട് പറയും, അവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും, അപ്പൊ വിശ്വസിച്ചാൽ മതി. അതായത് ഈ കണ്ട യൂട്യൂബ് ചാനലുകളൊക്കെ പറയാനായിട്ടൊന്നും വിശ്വസിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നല്ല. പിന്നെ ചില സമയത്ത് ലീക്കായിട്ട് വരും, പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഇല്ലാത്തൊരു സംഭവമാണ്. ആ ദീപു എന്ന് പറഞ്ഞ പുള്ളിക്കാരനെയും ഇവരെയും വെച്ചിട്ട് ചുമ്മാ ഏതാണ്ട് ഇവരൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ എന്താണ്ടൊക്കെ ഫോട്ടോ ഒക്കെ ഇറക്കിയത് അങ്ങനെ എന്താണ്ടൊക്കെ എന്നാ പുള്ളി പറയുന്ന. അപ്പൊ എന്താണെങ്കിലും അതിന്റെ സത്യാവസ്ഥ എന്താണ്, ഇതാണ് സത്യാവസ്ഥ. ഓക്കെ, അപ്പൊ എനിക്ക് അത്രയാണ് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാം വീഡിയോയുടെ താഴെ ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അടിച്ച് എനിക്ക് ടാറ്റ ബൈ ബൈ, സീ യു.